ശബരിമലയിലെ ആചാരങ്ങളെ പോലും രാഷ്ട്രീയ ആയുധമാക്കുന്ന നാണംകെട്ട കളിയിലാണ് പിണറായി സർക്കാരും CPM-ഉം ഇപ്പോൾ ഉള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്ര കേരളത്തിലെ തെരുവുകളിൽ ജനസാഗരം തീർക്കുമ്പോൾ AKG സെന്ററിൽ ഉറക്കം നഷ്ടപ്പെട്ട ചിലരുണ്ട്. ആ ഉറക്കമില്ലായ്മയിൽ നിന്നും ഉദിച്ച ബുദ്ധിയാണ് അജയ് തറയിലിനെതിരെയുള്ള ഈ പുത്തൻ ആരോപണം. ശബരിമലയിലെ ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ ആരോപണ വിധേയനായിരിക്കുന്ന ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. ജാഥ എറണാകുളത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്നു. ജനങ്ങൾക്കിടയിൽ UDF-ന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഉടൻ വരുന്നു വിജിലൻസിന്റെ പുതിയ കണ്ടെത്തൽ. 2017 നടന്ന കാര്യങ്ങൾ പൊടി തട്ടിയെടുക്കാൻ ഇത്രയും കാലം എവിടെയായിരുന്നു ഈ അന്വേഷണ ഏജൻസികൾ എന്ന വലിയ ചോദ്യം ബാക്കി നിർത്തുകയാണ്. സതീശന്റെ ജാഥയിൽ ഒരു കരിനിഴൽ വീഴ്ത്താൻ കോൺഗ്രസ് നേതാക്കളെ സ്വർണ്ണക്കള്ളന്മാരെ ചിത്രീകരിക്കാൻ CPM ആടിത്തീർക്കുന്ന ഈ നാടകമാണ് ഇതെന്ന് നമുക്ക് ഉറപ്പിക്കാം. ശബരിമല കൊടിമര പുനർനിർമ്മാണ ക്രമക്കേട് ആരോപണത്തിൽ കൃത്യമായ മറുപടിയുമായിട്ട് അജയ് തറയിലും രംഗത്ത് വന്നിരുന്നു. അറസ്റ്റിനെ താൻ ഭയക്കുന്നില്ല എന്ന കൃത്യം മറുപടിയിലായിരുന്നു CPM ഞെട്ടിപ്പോയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അറ്റകുറ്റപ്പണി നടത്തിയതെന്നും കൃത്യമായ കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അജയ് തറയിൽ തുറന്നു പറയുകയാണ്. 9.16 കിലോ സ്വർണമാണ് ഫിനിക്സ് ഗ്രൂപ്പിന്റെ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചത്. പമ്പയിൽ വെച്ചാണ് സ്വർണം പൂശൽ പ്രക്രിയ നടന്നത്. തിരുവാഭരണ കമ്മീഷൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് കൊടുത്ത കണക്ക് ആണിതെന്നും അജയ് തറയിൽ പറയുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ ജാഥ എറണാകുളത്തേക്ക് വരുമ്പോൾ തന്നെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് സർക്കാർ ഇട്ടിരിക്കുന്നത് എന്ന് ഒരു CPM നേതാവ് തന്നെ വിളിച്ചറിയിച്ചു എന്നുകൂടി അജയ് തറയിൽ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ഇതൊരു മാസ്റ്റർ പ്ലാൻ ആണ്. ജാഥ തുടങ്ങിയ ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. ഇപ്പോൾ ജാഥ നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ അജയ് തറയിലെ ലക്ഷ്യം വയ്ക്കുന്നു. CPM-ലെ തന്നെ ഒരു ഉന്നത നേതാവ് ഈ ഗൂഢാലോചനയെ അജയ് തറയിലെ വിളിച്ചു പറയുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഘടകമാകുന്നു. സർക്കാരിനുള്ളിലെ പുകച്ചിൽ തന്നെ ഇത് വെറും രാഷ്ട്രീയ വേട്ടയാടലെന്ന് വ്യക്തമാക്കുകയാണ്. അറസ്റ്റ് ചെയ്ത ജാഥയുടെ മാറ്റു കുറയ്ക്കാമെന്ന് സൈബർ പോരാളികളുടെ മോഹമുണ്ട്. പക്ഷേ മണ്ണിൽ പണിയെടുത്ത് വരുന്ന കോൺഗ്രസുകാരനെ ജയിലറ കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന സന്ദേശം കൂടി അജയ് തറയിൽ ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. 412 ഗ്രാം സ്വർണത്തിന് രസീത് നൽകിയില്ല എന്നതാണോ ഈ പറയുന്ന വലിയ കുറ്റം എന്ന ചോദ്യം കൂടി ഇവിടെ അജയ് തറയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. 9 കിലോയിലധികം സ്വർണം കൃത്യമായി കസ്റ്റംസിൽ നിന്നും വാങ്ങി ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പണി തീർത്ത ശബരിമല കൊടിമരത്തിന്റെ കണക്ക് ചോദിക്കാൻ പിണറായിയുടെ വിജിലൻസിന് എന്ത് യോഗ്യതയാണുള്ളത്? സ്വർണ്ണക്കടത്ത് കേസും ലൈഫ് മിഷനിലെ കമ്മീഷണറും കരിമണൽ കർത്താവിന്റെ മാസപ്പടിയും വാങ്ങി ശീലിച്ച CPM-കാർക്ക് സത്യസന്ധമായി ജീവിക്കുന്നവരെ കാണുമ്പോൾ ഒരു അഴിമതിയൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. ഇത് സ്വന്തം മുഖത്തെ കരിവാരി തേപ്പിച്ച് മറയ്ക്കാനുള്ള മറ്റുള്ളവരുടെ മേൽ ചെളിവാരി എറിയുന്ന CPM തന്ത്രം മാത്രമാണ്. ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച സ്വർണത്തിന്റെ കാര്യത്തിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്നുമായിരുന്നു ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്ന് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുവാനും 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാനും സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ശബരിമല ചീഫ് വിജിലൻസ് ഓഫീസർ സമർപ്പിച്ച കണക്ക് പ്രകാരം കൊടിമരം സ്വർണം പൂശുന്നതിനായി 9.16 കിലോ സ്വർണം 2017 മാർച്ചിൽ കസ്റ്റംസിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. കൊടിമരം സ്ഥാപിക്കുന്ന ചിലവുകൾക്ക് വേണ്ടി പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ദേവസ്വം ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച 3.20 കോടി രൂപ ബോർഡ് അംഗീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം വിവിധ ഭക്തർ സംഭാവന നൽകിയ 412.010 ഗ്രാം സ്വർണം കൂടി ചേർത്താൽ ആകെ 9.573 കിലോഗ്രാം സ്വർണം ലഭിക്കും. ഇതിൽ 9.34 കിലോ ആണ് കൊടിമരത്തിനായി ഉപയോഗിച്ചത്. 2017 മഹസർ പ്രകാരം ഒരു നടനും മറ്റ് ചില ഭക്തരും ചേർന്ന് 80.490 ഗ്രാം സ്വർണവും 2017 മറ്റൊരു മഹസർ പ്രകാരം 246.520 ഗ്രാം സ്വർണവും ഒരു സിനിമാ നിർമ്മാതാവും മറ്റാരുടെയും സംഭാവന ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ആ വർഷം തന്നെ പലരും സ്വർണം സംഭാവന ചെയ്തു. എന്നാൽ ഓരോരുത്തരും നൽകുന്ന സ്വർണത്തിന്റെ അളവ് കൃത്യമായി നൽകണമെന്ന നിയമത്തിന് വിരുദ്ധമായി ഭക്തർ സ്വർണം നൽകി എന്നതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ വ്യക്തിയും നൽകിയ കണക്ക് ഇല്ലതാനും. ഇവിടെ ഗുരുതരമായ കൃത്യവിലോപവും ദേവസ്വം ചട്ടങ്ങളുടെ ലംഘനവും നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. പുതുയുഗ യാത്ര കൊച്ചിയിലേക്ക് കടക്കുന്ന നേരം അവിടെ ഒരു മനഃപൂർവ്വം ഒരു സ്ക്രീൻ ക്രിയേറ്റ് ചെയ്ത ഒരു അറസ്റ്റോ ചോദ്യം ചെയ്യലോ നടത്തിയാൽ CPM സൈബർ സഖാക്കൾക്ക് തൃപ്തി ഉണ്ടാകും.
സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ CPM IT സെൽ പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. UDF-കാരും മോഷ്ടാക്കളാണെന്ന് വരുത്തി തീർക്കാൻ അവർ പെടാപ്പാടുപെടുകയാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആരൊക്കെയാണ് സ്വർണ്ണക്കള്ളന്മാരെന്നും ആരൊക്കെയാണ് ഭക്തർക്കൊപ്പം നിൽക്കുന്നതെന്നും. ഈ അന്വേഷണം കോൺഗ്രസിന് ഒരു അവസരമാണ്. ക്രിസ്റ്റൽ ക്ലിയറായി ജീവിക്കുന്ന നേതാക്കന്മാരാണ് ഞങ്ങളുടേത് എന്ന് കോടതിയിൽ തെളിയിക്കാനുള്ള ഒരു സുവർണ അവസരം. എന്തായാലും അറസ്റ്റ് നടപടിയോ അദ്ദേഹം ഭയക്കുന്നില്ല എന്ന് ഉറച്ചു പറയുമ്പോഴും അത്തരത്തിൽ ഒരു ചെറിയ നീക്കം പോലും ഉണ്ടായാൽ അതിനെതിരെ കോൺഗ്രസ് പട ഉറപ്പായിട്ടും ഇറങ്ങിയിരിക്കും.